ഇസ്രായേലിന്റെ സർവ്വ മേഖലകളിലും ആക്രമണം നടത്തുമെന്ന് യമൻ മുന്നറിയിപ്പ് നൽകുകയും അതോടൊപ്പം തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം ഇസ്രായേലിന് കൈമാറുകയോ അല്ലെങ്കിൽ നൽകുകയോ ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ദേശീയതയും ലക്ഷ്യവും നോക്കാതെ ഇസ്രായേലിനെ ചെങ്കടലിൽ തളക്കും എന്നാണ്. ആവശ്യത്തിനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ, അതായത് ഭക്ഷണവുമായിട്ടോ ഈ മരുന്നുമായിട്ടോ മറ്റോ ഇസ്രായേലിലേക്ക് ഏതെങ്കിലും കപ്പലുകൾ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കാരുണ്യമൊന്നും ഉണ്ടാവില്ല. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളല്ല വിഷയം. പോകുന്ന രാഷ്ട്രത്തിലേക്ക്, ഏത് രാഷ്ട്രത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ നിരീക്ഷിക്കുന്നത്. ചെങ്കടലിൽ വെച്ച് അതിനെ തകർക്കും എന്ന് മാത്രമല്ല, മുൻപത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ അതിലെ ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. അതൊരു കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ 15 പേരോ അതിൽ കൂടുതലോ ബന്ദികൾ യമന്റെ കൈവശത്തിലുണ്ട് എന്നുള്ളതാണ്. അത് വ്യത്യസ്ത രാജ്യങ്ങളിലെ ബന്ദികളാണ്, ജീവനക്കാരാണ് എന്ന് പറയുന്നു. എല്ലാ കപ്പലിലെ തൊഴിലാളികളും അല്ലെ കപ്പലിലെ ജീവനക്കാരും അതാത് രാജ്യത്തിന്റെ ആളുകൾ ആയിക്കൊള്ളണമെന്നില്ല, വ്യത്യസ്ത രാജ്യക്കാരായിരിക്കും ഉണ്ടാവുക. അതേക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. 15ഓ അതിൽ കൂടുതലോ ജീവനക്കാർ ഇപ്പോൾ യഥാർത്ഥത്തിൽ യമന്റെ കൈവശത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതോടനുബന്ധിച്ച് അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ്. പ്രതിരോധവും പോരാട്ടവും യുദ്ധവും അതുമായി ബന്ധപ്പെട്ട ദുരിതവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പുത്തരിയൊന്നുമല്ല. ഈ യുദ്ധത്തിൽ നിങ്ങൾ ജയിക്കുകയില്ല. ഇസ്രായേലിനോട് യമൻ ഗൗരവത്തോടു കൂടി തന്നെ പറഞ്ഞു. അറബ് മാധ്യമങ്ങളും മീഡിയകളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് യമന്റെ ഈ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഭീഷണി റിപ്പോർട്ട് ചെയ്തത്. കാര്യം എന്ന് പറയുന്നത്, യമൻ പറയുന്നു, ആ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. എന്തെങ്കിലും പൊങ്ങച്ചം ഇസ്രായേലിനെ പോലെ വിളിച്ചു പറയുന്ന പ്രവൃത്തിയില്ല. അവർ ആ പ്രവർത്തനങ്ങൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തോടു കൂടി നടത്തുകയും അതിൻ്റെ വീഡിയോ സഹിതം, വീഡിയോ ഫൂട്ടേജ് അടക്കമാണ് ലോകത്തോട് അവർ തെളിവ് സഹിതം സംസാരിക്കുകയും ചെയ്യാറുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബെൻഗൂരിയൻ എയർപോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവരുടെ പ്രധാനപ്പെട്ട 4 സീപോർട്ട്, ഈ സീപോർട്ടിൽ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന, കരുതി വെക്കുന്ന, ഏറ്റവും സാമ്പത്തികവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിലെ 10ഓളം സെന്ററുകൾ, 10ഓളം മേഖലകൾ തങ്ങളുടെ ആയുധത്തിൻ്റെ നിരീക്ഷണത്തിലാണ്. ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ പറ്റാത്ത ഒരു മേഖലയും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഇല്ല. പലസ്തീൻ്റെ ചോരക്ക് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. ശാന്തമായ ഇസ്രായേലിൽ ശാന്തമായ പുലരികൾ ഇനി ഇസ്രായേലിൽ ഉണ്ടാവും എന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ ആ രാജ്യത്ത് സ്വസ്ഥമായിട്ടും സ്വതന്ത്രമായിട്ടും വിജയിക്കാനെന്നോ ജീവിക്കാനെന്നോ നിങ്ങൾ കരുതേണ്ട കാര്യമില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യമന് ഇസ്രായേലിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഏത് വഴിയാണ് അത് ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. ഏതായിരുന്നാലും ഇത് ഗൗരവത്തോടു കൂടി ഇസ്രായേൽ എടുത്തിട്ടുണ്ട്. കാര്യമെന്ന് പറയുന്നത്, ഹൈപ്പർസോണിക് അടക്കമുള്ള ആയുധങ്ങളുടെ ഒരു കലവറയുള്ള കപ്പൽ യമന്റെ തീരത്ത് അടിഞ്ഞിട്ടുണ്ട് എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് വന്നിരുന്നു. അത് എവിടെ നിന്നാണ് പുറപ്പെട്ടത് എന്നതിനെക്കുറിച്ച് വിവരമൊന്നുമില്ല. പക്ഷേ ആയുധം വഹിച്ചുകൊണ്ടുള്ള കപ്പലാണ് യമന്റെ തീരത്താണ് അടഞ്ഞത്. അത് ഈ പറയപ്പെട്ട യമനികൾക്ക്, പോരാട്ടം നടത്തുന്നവരുടെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ കൊടുത്തു വിട്ടതാണോ എന്ന കാര്യം ഞങ്ങൾ സംശയിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്ത് ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു. നിരീക്ഷിക്കുകയാണെങ്കിൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട്, അതായത് യമന്റെ തീരത്തേക്ക് അടുക്കുന്ന കപ്പലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ നിരീക്ഷണം നടത്താൻ വേണ്ടി എന്തെങ്കിലും സംവിധാന കാര്യങ്ങൾ ഒരുക്കാൻ പറ്റുമോ എന്ന് ഇസ്രായേൽ അമേരിക്കയോട് ചോദിച്ചിട്ടുണ്ട്. 2 കാര്യം ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവരുമായിട്ടുള്ള കരാർ വ്യവസ്ഥ റദ്ദാക്കിക്കൊണ്ട് നിരീക്ഷണം നടത്തുന്ന ഒരു സംവിധാനം ചെങ്കടലിൽ ഇല്ലെങ്കിൽ എല്ലാ സമയങ്ങളിലും അപ്രതീക്ഷിതമായ രീതിയിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് യമന് സാധിക്കും. അത് നമ്മൾക്ക് വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തെ ഭാഗം പറയുന്നത്, സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് അവർ പറയുന്നത്, ആയുധങ്ങൾ വഹിച്ചുകൊണ്ടുള്ള കപ്പലുകൾ നിരന്തരം എന്ന് പറഞ്ഞ പോലെ ഒരു പക്ഷേ യമന്റെ തീരത്ത് അടയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആയുധങ്ങളുടെ യാതൊരു കുറവുണ്ടാവില്ല എന്ന് മാത്രമല്ല, തങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ വേണ്ടി ഈ ആയുധങ്ങൾ അവർ ഉപയോഗിക്കും എന്ന് നമ്മൾക്ക് തീർച്ചയായിട്ടും വിലയിരുത്താൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഈ 2 സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അമേരിക്ക ഈ മേഖലയിലേക്ക് ഇറങ്ങി വരണം അല്ലെങ്കിൽ ഇടപെടണം എന്നുള്ളതാണ് ഇസ്രായേൽ വീണ്ടും ആവശ്യപ്പെട്ടത്. പലതവണ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചെങ്കടൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാണ്. 2 കാര്യത്തിൽ പരസ്യമായി തന്നെ ഇസ്രായേൽ അമേരിക്കയെ എതിർത്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയം. രണ്ടാമത്, ഹമാസുമായിട്ട് അമേരിക്ക കരാർ ഉണ്ടാക്കിയിട്ട് അമേരിക്കൻ പൗരനായിരിക്കുന്ന ബന്ദിയെ ഹമാസിന്റെ കൈവശത്തിൽ നിന്ന് മോചിപ്പിച്ച വിഷയം.
ഇത് രണ്ടും ഇസ്രായേൽ അറിയാത്ത രീതിയിൽ ഒപ്പിച്ച ഒരു പ്രവൃത്തിയാണ്. അതൊരിക്കലും ഉചിതമല്ല എന്ന് പരസ്യമായി തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിനെതിരെ ഒരു വിമർശനം ഉണ്ടായിരുന്നു. പിന്നീട് ആ വിഷയങ്ങളൊക്കെ സോൾവ് ആയി പോയി എന്നുള്ളത് മറ്റൊരു വിഷയം, മറ്റൊരു രീതി. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ രൂക്ഷമായിരിക്കുന്ന ഒരു ആക്രമണത്തിന് യമൻ തയ്യാറെടുക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിൽ ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട്, അമേരിക്കക്കും. അതിന് വലിയ രീതിയിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട്, ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് പ്രോക്സി വിഭാഗത്തെ ചേർത്ത് കൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. പ്രോക്സി വിഭാഗം എന്ന് പറയുന്ന സമയത്ത് ഇവർ യമൻ മാത്രമല്ല, ലെബനാൻ ഉണ്ടാവും, പലസ്തീൻ ഉണ്ടാവും, ഇറാഖ് ഉണ്ടാവും, ബഹ്റൈൻ ഉണ്ടാവും. ഇവിടെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഷിയ പ്രോക്സി വിഭാഗത്തെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരേ സമയത്ത് ആക്രമിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും ആന്തരികമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് ഇവരുടെ കൈവശത്തിലേക്ക്, യുദ്ധം ചെയ്യേണ്ട വിഭാഗത്തിന്റെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്ന പണിയാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇറാന് വേണ്ടിയിട്ട് മറ്റാരോ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ മേഖല അതായത് ഗൾഫ് മേഖല, ഗൾഫ് ഒമാന്റെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും മെഡിറ്ററേനിയൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അറബിക്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടും എല്ലാം ചൈന നിരീക്ഷണം നടത്തുന്നുണ്ടോ, അല്ലെ ചൈനയുടെ കപ്പലുകൾ ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതും ആ കാര്യത്തെക്കുറിച്ച് അവരോട് അന്വേഷിക്കേണ്ടതും. അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എന്തൊക്കെയാണ് പ്രവർത്തനം എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ്. അതിന് ഈ അമേരിക്ക മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ചൈന അടക്കമുള്ള വലിയ ലോക സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ ഒരിക്കലും പ്രാദേശികമായ കടൽ യാത്രകൾ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര റൂട്ടിലൂടെയാണ് കപ്പൽ യാത്ര ചെയ്യുന്നതെങ്കിൽ അത് പരിശോധിക്കാനോ അന്വേഷിക്കാനോ മറ്റു ലോക രാജ്യങ്ങൾക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് വലിയ രീതിയിലുള്ള പരിമിതികളുണ്ട്. രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കപ്പൽ നീങ്ങുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. അതിന് യമന്റെ അതിർത്തിയിലുള്ള ചെങ്കടലുമായി ബന്ധപ്പെട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ ചോദിക്കാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യത്തിലെ ഭരണാധികാരികൾ എന്ന നിലക്ക് അമേരിക്കക്ക് അതിന് അധികാരമില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ അവർ കുടുങ്ങി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വലിയൊരു അക്രമത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ പോരാ എന്നുള്ളതാണ്. ഹൈപ്പർസോണിക് മിസൈലിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനത്തിനൊന്നും കഴിയുന്നില്ല. അയൺ ഡോം സംവിധാനത്തെ പോലും തകർത്തെറിഞ്ഞുകൊണ്ടാണ് വലിയ രീതിയിലുള്ള മിസൈലുകൾ അവരുടെ ലക്ഷ്യം കാണുന്നത്, തകർച്ച ഉണ്ടാകുന്നത്, നാശങ്ങൾ ഉണ്ടാകുന്നത്, പ്രയാസം ഉണ്ടാകുന്നത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ സർക്കാരിൽ തങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ള കാര്യം അവരിപ്പോൾ തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ അങ്ങനെ പറയുന്നുണ്ട്, ജനങ്ങൾക്കൊക്കെ ഞങ്ങൾ സുരക്ഷിതത്വം നൽകുമെന്നൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ യഥാർത്ഥത്തിൽ രാജ്യത്തിലെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതരല്ല എന്നുള്ള കാര്യം അവർക്ക് കൃത്യമായ രീതിയിൽ ബോധ്യമാണ്. അങ്ങനത്തെ ഒരു വലിയ പ്രയാസം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, യമനിലേക്ക് ഈ അടുത്ത ദിവസം ഇസ്രായേൽ വലിയ രീതിയിൽ ആക്രമണം നടത്തി. അവരുടെ ഈ സൈനിക മേഖല അവർ തകർത്തിട്ടുണ്ട്, എയർപോർട്ട് തകർത്തിട്ടുണ്ട്, വിമാനം കത്തുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു. ഏറെക്കുറെ അവരങ്ങനെ ഒതുങ്ങിപ്പോവും, അവരില്ലാതായിപ്പോവും എന്നൊക്കെ ഇസ്രായേൽ കണക്ക് കൂട്ടി. അതിനുശേഷം യമൻ ഉയർത്തെഴുന്നേറ്റു വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയും ചെയ്തു. അവരുടെ രീതി തന്നെ എങ്ങനെയാണ്? അമേരിക്ക ആക്രമണം നടത്തി കഴിഞ്ഞാൽ 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ അവർ അനങ്ങാതിരിക്കും, പിന്നീട് ശക്തമായിരിക്കുന്ന തിരിച്ചടികളാണ് നൽകാറുള്ളത്. ആ രീതിയിലാണ് അവരുടെ സ്വഭാവ രീതികൾ. യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഏറെക്കുറെ അവർ അങ്ങനെ തന്നെയാണ് കാട്ടിക്കൂട്ടിയത്. ഇനി ഏത് തരത്തിലാണ് പ്രതിരോധിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സൈനികർക്ക് ആ മേഖലയിൽ ജോലി ചെയ്യാൻ, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല, അതിന് ബദൽ സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടനുബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, അമേരിക്കയുടെ സൈനികർ അല്ലെങ്കിൽ യൂറോപ്യൻ സൈനികർ അല്ലെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കുന്ന, ഇസ്രായേലിനോട് താല്പര്യമുള്ള രാജ്യങ്ങൾ സൈനികരയക്കാൻ വേണ്ടി പറ്റുമോ, ഇവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു അഭിപ്രായം രഹസ്യമായ രീതിയിൽ ആരാഞ്ഞിട്ടുണ്ട്. യുദ്ധമുഖത്ത് സൈനികർ നിർബന്ധമാണ്. അവരുടെ എണ്ണൽ കുറവ് തീർച്ചയായിട്ടും യുദ്ധത്തെ സാരമായിട്ട് ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായിരുന്നാലും ഈ യുദ്ധം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസമാണ് എന്ന് ഏറെക്കുറെ അവർ സമ്മതിച്ചിരിക്കുന്ന വിവരമാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.